ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു തട്ടിക്കൂട്ട് സാമ്പാർ. തട്ടിക്കൂട്ട് സാമ്പാർ എന്ന് പറഞ്ഞാൽ സാധാ സാമ്പാർ പോലെ ആയിരിക്കില്ല. ഇത് എൻ്റെ തട്ടിക്കൂട്ട് സാമ്പാർ. പരിപ്പുണ്ട്. പരിപ്പ് ഞാൻ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുതിരാൻ വേണ്ടിയിട്ട്. പരിപ്പ് ഞാൻ ഇടുന്നുണ്ട്. പിന്നെ ഉണ്ടാവുന്നത് ഉരുളക്കിഴങ്ങ് ഉണ്ടാവും, ക്യാരറ്റ് ഉണ്ടാവും. ഒരു മിനിറ്റ് അമ്മ പറഞ്ഞു. ക്യാരറ്റ് ഉണ്ടാവും, സവാള, ഇഞ്ചി, പച്ചമുളകില്ല, വേപ്പില ഉണ്ടാവും. പിന്നെ എക്സ്ട്രാ എന്തൊക്കെ വെജിറ്റബിൾസ് എൻ്റെ ഉണ്ടോ അതൊക്കെ ഇടും. വേറെ ഒന്നും ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ പരിപ്പ് എന്തായാലും കഴുകി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കുതിർന്നിട്ടുണ്ട്. അത് ഞാനിപ്പോൾ വേവിക്കാൻ വെക്കാൻ പോവാം. ആ നേരം കൊണ്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റും അങ്ങനത്തെ ബീൻസ് ഉണ്ടെന്ന് തോന്നുന്നു, അങ്ങനത്തെ ഐറ്റംസൊക്കെ നന്നാക്കി എടുക്കും. അപ്പോൾ കുക്കർ വെക്കാൻ പോവാം. ഇപ്പം എൻ്റെ ഉള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു ക്യാരറ്റ് ഉണ്ട്, അത്യാവശ്യം വലിയ ക്യാരറ്റാണ്, എന്നാലും അത് മൊത്തം എടുക്കുവാണ്. പിന്നെ ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പൊട്ടറ്റോ ഉണ്ട്. പൊട്ടറ്റോ ആടങ്ങോട്ടേക്ക് എടുക്കാൻ പോയി ഒരെണ്ണം മതി. ഒരെണ്ണം മതി. ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇപ്പം എൻ്റെ ഉള്ളത്. അത് വേണ്ട, ഒരെണ്ണം മതി നമുക്ക്. ഒരെണ്ണം മതിയിടാ, നമുക്ക് ഇച്ചിരി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏബലൂട്ടൻ ഉറങ്ങുവാണ്. ഏബലൂട്ടന് ചെറിയൊരു കോൾഡും ചുമയൊക്കെ ആയിട്ട് ഇച്ചിരി വയ്യാണ്ടായിട്ട് ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഏബലിന് ഇച്ചിരി ഉറക്കമാണ്. ആടൻകൂട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ആടൻകൂട്ടൊന്നും വീഡിയോയിലില്ല, അമ്മ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ തന്നെ ചെയ്യാമെന്ന് ഓർത്തു. ഏബല് ഉറക്കമാണ്. പിന്നെ അതിൻ്റെ ഒപ്പം ഏബലിന് ചെറിയ 2 കുഞ്ഞിപ്പല്ലും കൂടെ വരുന്നുണ്ട്. ഓൾറെഡി 2 പല്ല് താഴെ വന്നിട്ടുണ്ട്, 2 പല്ലും കൂടെ വരുന്നുണ്ട് പൊക്കത്തിൽ. അപ്പം അതിൻ്റെ ഭയങ്കര തേനൊലിപ്പും അതിൻ്റെ പാടാണ് എൻ്റെ ഇവിടെ കാണുന്നത്. അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വായിൽ നിന്ന് വരുന്ന തേനാ അത്. അങ്ങനെ പിന്നെ വേണോ? നീ വേണ്ടെന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ ചെയ്തത്. ഈ സ്കിൻ തരട്ടെ, തൊലി തരട്ടെ. എന്നാ കത്തി എന്തിയേ? എടുത്തോ. അങ്ങനെ ഇല്ലടാ, അവിടെ ഇല്ല, ഇതിൻ്റെ ഉള്ളില്ല. അപ്പൊ അങ്ങനെയാണ്. പൊട്ടറ്റോ ചെറുതാക്കണ്ട, അമ്മ ക്യാരറ്റ് തരാം. കത്തി എടുത്തിട്ടോ. അങ്ങനെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. പിന്നെ ഇന്ന് നല്ല ചൂട് ദിവസമാണ്, അതുകൊണ്ട് നേരത്തെ തന്നെ ഞങ്ങളുടെ കുളികളും പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ അപ്പ പോയി. അങ്ങനെ ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ അതന്നെ. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ചൂട് ദിവസം ആയതുകൊണ്ട് ഒരിത്തിരി സമാധാനമുണ്ട്. പെട്ടെന്ന് ഇരുട്ടാവില്ല, ഇത്തിരി സമയമുണ്ട്, വെട്ടം ഉണ്ടാവും, അങ്ങനെയൊക്കെ. ഏബലിന് സ്കൂളിൽ നിന്ന് പനി കിട്ടിയതല്ല, നിനക്കാണ് സ്കൂളിൽ നിന്ന് പനി കിട്ടിയത്. എന്നിട്ട് ഏബലിന് ആടത്തിൻ്റെ പനി. അങ്ങനെയാണ് ആടെ പനി ഇവിടെ കൊണ്ടുവന്നത്. പനിയില്ല, ചെറിയൊരു കോൾഡും ചുമയും അല്ലേ, അങ്ങനെ വലിയ കുഴപ്പമില്ല. ഇന്നത്തെ സാമ്പാർ എന്ന് പറയുന്നത് പിന്നെ ഞങ്ങൾ ഇന്നത്തേക്ക് ഉണ്ടാക്കുന്നതല്ല കേട്ടോ, നാളെ രാവിലത്തേക്ക് ദോശയ്ക്ക് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദോശയ്ക്ക് സാമ്പാറും ചമ്മന്തി, തേങ്ങ ചമ്മന്തിയും. അല്ല, അപ്പൊ രാത്രി വരുമ്പോ കറിക്ക് നമുക്ക് ചിക്കൻ കറി ഉണ്ട്. ഇത് ദോശയ്ക്ക് അരച്ച് വെച്ചിട്ടുണ്ട് രാവിലത്തേക്ക്, നാളെ രാവിലെ കഴിക്കാൻ. അപ്പൊ അതിനാണ് സാമ്പാർ. കൈ വെച്ച് ചുമക്കി. പിന്നെ ഇപ്രാവശ്യത്തെ ദോശയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ ദോശയിൽ ഞാനാണെങ്കിൽ അരയ്ക്കാൻ നോക്കിയപ്പോൾ ചോറുണ്ടായിരുന്നില്ല ഇടാനായിട്ട്. അപ്പം ഞാൻ അതിന് പകരം കുറച്ച് ബ്രെഡ് സോക്ക് ചെയ്തിട്ട് ബ്രെഡ് അതിനകത്ത് അരച്ച് ചേർത്തേക്കുവാണ്. എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാനൊരു ചുമ്മാ കാരണം അവനൊക്കെ അരച്ച് ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ദോശയിൽ. തട്ടിക്കൂട്ട് സാമ്പാറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്, അത് വലിയ കുക്കറിൽ വെച്ചു. ഇപ്പം ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും പിന്നെ സവാളയും
ഇഞ്ചിയും, സവാള കൂടുതലാണ് തോന്നുന്നു. ഇത്രയും സവാള വേണ്ട കേട്ടോ, അത് ഭയങ്കര കൂടുതലാണ്. ഞാൻ പകുതി വെക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് വെച്ചതാണ്. പിന്നെ പറയുമ്പോൾ കത്തി വെച്ചിട്ട് എടുത്തിടാം. അതിന് വേണ്ടി തക്കാളി ഇതിനകത്തേക്ക് ഞാനിപ്പോൾ ഇടുന്നില്ല, അത് സെപ്പറേറ്റ് ഇത്തിരി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അവസാനം ഇടുന്നുള്ളൂ. പിന്നെ ഇതിനകത്തേക്ക് ഇപ്പം ഇടുന്നത് കുറച്ച് വേപ്പില ഇടുന്നുണ്ട്. പിന്നെ ഇട്ടത് ഇഞ്ചിയും സവാള ഇട്ടു. പച്ചമുളക് തീർന്നു പോയി. കോല് വേണോ? ഇതിനകത്തുണ്ടോ? എന്തുണ്ടോ അങ്ങനെ. പിന്നെ ഇതിനകത്ത് വെള്ളം ഒഴിക്കാം. ഒരു മീഡിയം വിസലിൽ 2 എണ്ണം, അത് മതിയോ? അത്യാവശ്യം വേവായിട്ട്. അങ്ങനെ ബലികുട്ടനെ എഴുന്നേറ്റ് ഇവിടെ നോക്കി. തക്കാളി വേണോ? തക്കാളി ടീത്തിങ്ങിൻ്റെ സമയത്ത് ബേബീസിന് കൊടുക്കാൻ പറ്റിയ സാധനമാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇത് ഫ്രഷ് സ്ട്രോബെറി അല്ല, ഫ്രോസൺ ആട്ടോ. പല്ലിനൊരു തരിതരിപ്പും ഇതൊക്കെ വരുന്ന സമയത്ത് കൊടുക്കാൻ ബെസ്റ്റ് സാധനം. അവനേക്കാളും ഫേവറേറ്റ് ഇത് എൻ്റെ ആട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാനല്ല, ഇത് കൊടുത്ത കുറച്ച് നേരം നല്ല സുഖത്തിൽ അവിടെ ഇരുന്നോളും. അപ്പോൾ അങ്ങനെ പരിപ്പൊക്കെ വെന്തു. പരിപ്പ് വെന്തയിലേക്ക് ഞാനാണെന്നുണ്ടെങ്കിൽ വേവിക്കാൻ വെച്ച ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് സാധനങ്ങളെല്ലാം കൂടി ഉള്ളതും മിക്സ് ചെയ്തു. അതിനകത്തേക്ക് ഞാനിപ്പോൾ ഇട്ടത് കുറച്ച് സാമ്പാർ പൊടിയാണ്. ഇനിയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഇടാൻ പോകുന്നത് ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും സാമ്പാർ പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് പയ്യൊന്ന് മൂപ്പിച്ചിട്ട്, ഒരുപാട് നന്നായിട്ട് മൂപ്പിക്കണില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ ആ ഒരു പച്ചമണം പോകാൻ വേണ്ടിയിട്ടൊന്ന് പയ്യെ മൂപ്പിച്ച് അതിനകത്തേക്ക് ഇടുന്നുണ്ട്. അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒന്ന് സെറ്റാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോൾ ഇതിനകത്തേക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ തക്കാളി കുറച്ചൊരു ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്ത്, ഒരുപാട് അങ്ങനെ ഫ്രൈ ആക്കണ്ട, ജസ്റ്റ് ഒന്ന് പയ്യെ ഇതാക്കിയിട്ട് ഇട്ടു. പിന്നെ ഇതിനകത്തേക്ക് ചെയ്തതെന്ന് പറയുന്നത് പുളി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വാളംപുളി. അത് കുതിർത്തിനകത്ത് വെള്ളം മാത്രം ഒഴിച്ചു. ഇതെല്ലാം കഴിഞ്ഞൊന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാനതിനകത്തേക്ക് ഒരിത്തിരി നല്ലൊരു ഫ്രഷ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കൊറിയാണ്ടറിൻ്റെ കുറച്ച് അരിഞ്ഞത് അതിൻ്റെ പൊക്കത്തേക്ക് ഇട്ടു. കൊറിയാണ്ടറിൻ്റെ ഇട്ട് കഴിഞ്ഞിട്ട് ഇളക്കില്ലെങ്കിലും കുഴപ്പമില്ല, ചൂടിനകത്ത് തന്നെ പയ്യൊന്ന് വാടും. എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ ഇളക്കി കൊടുത്തു. പിന്നെ ഇതെന്ന് പറയുന്നത് നെക്സ്റ്റ് ഡേ മോർണിംഗിൻ്റെ സീനാണ്. ഞങ്ങൾ രാവിലെ തന്നെ ദോശ ഉണ്ടാക്കി. ദോശ ആക്ച്വലി വലിയ ഫ്ലോപ്പ് അല്ലാണ്ട് വന്നിട്ടോ. ബ്രെഡാണ് ചേർത്തിരുന്നത് എങ്കിലും തട്ടിക്കൂട്ട് ദോശയായിരുന്നു. പക്ഷേ സാധനം നന്നായിട്ട് വന്നു. എനിക്കൊന്നും ബ്രെഡ് ഞാൻ ഇട്ടത് കുറച്ച് കൂടിപ്പോയി. അതുകൊണ്ട് ബ്രെഡിൻ്റെ ഫ്ലേവർ ഒരു പൊട്ടിക്ക് മുന്നിൽ നിന്ന പോലെ തോന്നി ഉഴുന്നിനേക്കാളും. എന്നാലും സാധനം നല്ലതായിരുന്നു, വലിയ ഫ്ലോപ്പൊന്നും ആയിരുന്നില്ല, നന്നായിട്ട് വന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. ഇതുപോലുള്ള പുതിയ വീഡിയോസായിട്ട് ഇനിയും വരും. ബായ്.